അപ്പോൾ നമ്മൾ ഇനി ഹീലിയം മോളിക്യൂളാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഹീലിയം മോളിക്യൂൾ. അപ്പോൾ ബോർഡിലേക്ക് നോക്കൂ. ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരും. യൂസിങ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് He molecule എന്നാണ്, ഹീലിയം മോളിക്യൂൾ. അപ്പോൾ എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് ഏത് മോളിക്യൂൾ? അപ്പൊ ഹീലിയം മോളിക്യൂൾ ഫോം ചെയ്യല് 2 ഹീലിയം ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാ. അപ്പൊ ഫസ്റ്റ് ഹീലിയം ഞാൻ എഴുതി ഹീലിയം 1 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2. അടുത്ത ഹീലിയോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതന്നെ 1s2. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? മോളിക്യൂൾ ആകുമ്പോൾ 4 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഈ എഴുതിയത് രണ്ടും ആറ്റത്തിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. പക്ഷെ നമ്മൾ ഇനി എഴുതാൻ പോണേ മോളിക്കുലാർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും. നമ്മൾ എഴുതാൻ പോണ അതാണ്, എന്ത്? മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയും. അപ്പൊ എഴുതുമ്പോൾ ഹീലിയം He2 അല്ലേ. അപ്പൊ നമ്മൾ എഴുതണ ശ്രദ്ധിച്ചോ, ആദ്യം നമ്മൾ അതിന്റെ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ സിഗ്മ 1s2. അത് കഴിഞ്ഞിട്ട് 1s 2 ഇലക്ട്രോണെ പറ്റുള്ളൂ മാക്സിമം. പക്ഷെ ഇവിടെ 4 ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ട് അടുത്തത് സ്റ്റാർ ഇടും, അതിന്റെ ആന്റി ബോണ്ടിങ് എഴുതും. അപ്പോൾ ഫസ്റ്റ് സിഗ്മ 1s 2 ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ. ഇനി ബാക്കി റിമൈനിങ് 2 ഇലക്ട്രോൺസ് ഏതിലാ? അതിന്റെ സിഗ്മ സ്റ്റാറിലാ, സിഗ്മ സ്റ്റാർ 1s2. ഇത്രേ ഇതുള്ളൂ ഹീലിയത്തിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ. ഇത്ര ഇതാണുള്ളൂ, സംഭവം സിമ്പിൾ ആണ്. ഇനി നമുക്ക് ഇതേപോലെ പല മോളിക്യൂൾസിന്റെ എഴുതി നോക്കട്ടോ. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ഇപ്പൊ പറഞ്ഞല്ലേ ബോണ്ട് ഓർഡർ എന്താണെന്ന് ഞാൻ പറയാം. ബോണ്ട് ഓർഡർ. ഓക്കെ, ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ പോണത്. പറയട്ടെ, ബോണ്ട് ഓർഡർ പറയട്ടെ ഇനി. ബോണ്ട് ഓർഡർ എന്താന്ന് വെച്ചാല്, ബോണ്ട് ഓർഡർ ഷോർട്ട് ഫോം BO എന്ന് പറയും. BO. ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു NB മൈനസ് NA ഡിവൈഡഡ് ബൈ 2 എന്നാണ്. NB മൈനസ് NA ഡിവൈഡ് ബൈ 2. ഇവിടെ NB എന്താന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എന്നാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലാണ് NB. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. എന്നിട്ട് അതിന്റെ ഹാഫ് എടുക്കുക, ഡിവൈഡ് ബൈ 2. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ, ബോണ്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ബോണ്ട് ഓർഡർ ഈസ് ഡിഫൈൻഡ് ആസ് half the difference between the number of electrons in bonding molecular orbital and the number of electrons in anti-bonding molecular orbital എന്നാണ്. അത് ഒന്നുകൂടി പറയാം, BO ആണ് ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ കേട്ടോ. BO നമ്മൾ ഷോർട്ട് ആയിട്ടൊക്കെ എഴുതേണ്ടത് MO എന്ന് എഴുതിയ മോളിക്കുലർ ഓർബിറ്റൽ എന്നാണ്. BMO എന്ന് പറഞ്ഞാൽ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നാണ്. ഷോർട്ട് ഫോം ഉണ്ട്. ABMO എന്ന് എഴുതുമ്പോൾ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ എന്നാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, bond order is defined as half the difference between the number of electrons in bonding molecular orbitals and the number of electrons in anti-bonding molecular orbital. അതാണ് ബോണ്ട് ഓർഡറിന്റെ ഡെഫിനിഷൻ. ബോണ്ട് ഓർഡർ എങ്ങനെ എഴുതാം? ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു NB മൈനസ് NA ഡിവൈഡ് ബൈ 2. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു NB മൈനസ് NA. NB എന്താ പറയുന്നത്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്. NA എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണ്.
അത് നോട്ട് ചെയ്തോ? ഇനി നമ്മള് നേരത്തെ ക്വസ്റ്റ്യനില് ഹീലിയം മോളിക്യൂളിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, യൂസിങ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് ഹീലിയം മോളിക്യൂൾ. ആ ക്വസ്റ്റ്യനില് ആൾസോ കാൽക്കുലേറ്റ് ഇറ്റ്സ് ബോണ്ട് ഓർഡർ എന്നും ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ഒന്നും പറയാം. ഏതാണ് ക്വസ്റ്റ്യൻ? യൂസിങ് MO തിയറി, മോളിക്കുലർ ഓർബിറ്റൽ തിയറി explain the formation of helium molecule and also find its bond order. Also find its bond order. ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും നോക്ക്. അവിടെ ഇതാ നേരത്തെ ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യണം നോക്കൂ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് ആദ്യം തന്നെ നേരത്തെ ചെയ്ത പോലെ ഹീലിയം ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 4 ഇലക്ട്രോൺസ്. കാരണം ഹീലിയത്തിന്റെ 2 ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഹീലിയം മോളിക്യൂൾ ഉണ്ടാവുക. ഹീലിയത്തിന്റെ ഒരു ആറ്റത്തിൽ 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ 2 ആറ്റം കമ്പൈൻ ചെയ്യുമ്പോൾ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഹീലിയം മോളിക്യൂൾ He2 എന്ന് എഴുതാം. He2 മോളിക്യൂളിന് അങ്ങനെ He2 എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എഴുതുന്നത് σ1s2. σ1s ആണ് ആദ്യത്തെ ഓർബിറ്റൽ, മോളിക്കുലർ ഓർബിറ്റൽ ഫസ്റ്റ് σ1s ആണ്. 1s എപ്പോഴും മാക്സിമം 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ എസ്സിൽ. ഇനി അടുത്തത് ഏതാ വരിക? സിഗ്മ സ്റ്റാർ 1s, അതിലും 2. അപ്പൊ ടോട്ടൽ 4 ഇലക്ട്രോൺസ് ഈ 2 മോളിക്കുലർ ഓർബിറ്റലുമായിട്ട് ഒക്യുപ്പൈ ചെയ്ത് അത് മതി. ഇനി നമ്മൾ ചെയ്യാൻ പോണ ബോണ്ട് ഓർഡർ കാണാൻ പോവാ. ബോണ്ട് ഓർഡർ ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ ഇക്വേഷൻ പ്രകാരം എന്താ, ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണ്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഇതാണ് കേട്ടോ, σ1s2 ആണ് ഇവിടുത്തെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. സ്റ്റാർ ഉള്ളതാണ് ആന്റി ബോണ്ടിങ്. അപ്പൊ അതിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്, 2 മൈനസ്. ഇനി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് സ്റ്റാർ ഉള്ളതിൽ എത്ര ഉണ്ട്? അതാണ് ഞാൻ ടിക്കറ്റ് കാണിച്ചത്. സ്റ്റാർ ഉള്ളത് അതിലും 2. എന്തോട് ഡിവൈഡ് ചെയ്യണം? 2 അല്ലേ? ഇതിൽ രണ്ടിന്റെയും ഹാഫ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിലെയും ഹാഫ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവിടെ സംശയമൊന്നുമില്ല, 0 ആണ് വരിക. 0/2 എന്ന് പറയുമ്പോൾ ആൻസർ എത്രയാണ്? 0 ആണ് ആൻസർ വരുന്നത്. അപ്പോ ഹീലിയം മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ എത്രയെന്ന് വെച്ചാൽ ആൻസർ 0 ആണ്. ഈ ബോണ്ട് ഓർഡർ കിട്ടിയാൽ കുറെ വിവരങ്ങൾ നമുക്ക് കിട്ടും, കുറെ ഇൻഫർമേഷൻ ബോണ്ട് ഓർഡറിലുണ്ട്. ഒരു മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ അങ്ങനെ ഒരു മോളിക്യൂള് എക്സിസ്റ്റ് ചെയ്യൂല. ഒരു മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ 0 ആണെങ്കിൽ അങ്ങനെ ഒരു മോളിക്യൂൾ ഇല്ല എന്നർത്ഥം. അങ്ങനെ ഒരു മോളിക്യൂളിന് ഈ ലോകത്ത് കാണപ്പെടില്ല. സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല എന്നർത്ഥം. ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാണ്. അപ്പൊ അതില് ക്വസ്റ്റ്യൻ ഇങ്ങനെയാവാം, എന്താവാന്ന് വെച്ചാൽ ഹീലിയം മോളിക്യൂൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഹീലിയം മോളിക്യൂൾ അഥവാ He2 ഡസ് നോട്ട് എക്സിസ്റ്റ്. വൈ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എക്സ്പ്ലെയിൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് MOT. എന്തുകൊണ്ടാണ് ഹീലിയം മോളിക്യൂൾ He2 മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ടാണ് പറയാൻ പറഞ്ഞാൽ നമുക്ക് എഴുതാം അല്ലെ. ഇങ്ങനെ എഴുതിയാൽ മതി, σ1s2 σ*1s2. അങ്ങനെ എന്താ ചെയ്യുക, ബോണ്ട് ഓർഡർ കാണും. ബോണ്ട് ഓർഡർ കാണുമ്പോൾ 2 - 2/2 = 0 കിട്ടും. 0 മീൻസ് 0 ഉള്ള ബോണ്ട് ഓർഡർ ഉള്ള മോളിക്യൂൾസ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയൂല. എപ്പോഴും ബോണ്ട് ഓർഡറിനും പോസിറ്റീവ് വാല്യൂ വരുമ്പോഴാണ് ആ മോളിക്യൂളിന് സ്റ്റെബിലിറ്റി ഉണ്ടാവുക. ബോണ്ട് ഓർഡർ കിട്ടുന്ന ഇൻഫർമേഷനിൽ പെട്ടതാണ് അത്.
ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആവുമ്പോഴാണ് ആ മോളിക്കൂളിൽ സ്റ്റേബിൾ ആവുക. അതേപോലെ 0 പറഞ്ഞാൽ എന്താ അത് ഡസ് നോട്ട് എക്സിസ്റ്റ്. നമുക്ക് ചിലതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നോക്കൂ, ഹൈഡ്രജന്റെ കേസിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. നേരത്തെ ചെയ്ത ഹൈഡ്രജൻ മോളിക്കൂളിന് ബോണ്ട് ഓർഡർ എത്രയാന്നുള്ളത് ചെക്ക് ചെയ്യാം. ബോണ്ട് ഓർഡർ അപ്പൊ എങ്ങനെയാണ് ആദ്യം ഇതിന്റെ മോളിക്കുലർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ എന്ന് പറയും? സിഗ്മ 1s2. സിഗ്മ 1s2. സിഗ്മ 1. ഇനിയുണ്ടോ ഇലക്ട്രോണ്? നോ സർ. ഇതിലെന്താ ഉണ്ടോ? ഇല്ല. ബോണ്ട് ഓർഡർ ഇസിക്കൽ എന്താ വരിക? 2 - 0/2. 2 ആണ് ആദ്യം ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഉള്ളത്. ആന്റിബോണ്ടികൾ 0/2. എത്ര വന്ന്? 1. 1 ആണ് അതിന്റെ ബോണ്ട് ഓർഡർ. അപ്പൊ അങ്ങനെ മോളിക്കൂൾ എക്സിസ്റ്റ് ചെയ്യോ? Yes sir. പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അങ്ങനെ മോളിക്കൂളിന് നമുക്ക് കാണാം, അങ്ങനെ മോളിക്കൂളിന് സ്ഥിതി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ അടുത്തത് നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിക്കോ. യൂസിങ് ഏതാണ്? യൂസിങ് ദി ഫോർമേഷൻ എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് Li2 ലിഥിയം മോളിക്യൂൾ. മോളിക്കുലർ ഓർബിറ്റൽ തിയറി വെച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആൻഡ് ആൾസോ ബോണ്ട് ഓർഡർ കാണും ചെയ്യാം അല്ലെ. അപ്പോ അറ്റോമിക് നമ്പർ എത്രയാണ് ലിഥിയത്തിൻ്റെത്? 3 ആണ്. അറ്റോമിക് നമ്പർ 3 ആണ്. Li2 ആകുമ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെ എഴുതും? ഇതിപ്പോ 4 ഇലക്ട്രോൺ അല്ലെ, 4 ഇലക്ട്രോൺസിനുള്ള ഓർബിറ്റിൽ എഴുതി. ഇനിയും ഇലക്ട്രോൺ 6 ഇല്ലേ, 2 കൂടി ഇല്ലേ. അടുത്ത ഓർബിറ്റിൽ ഏതാ വരിക അറിയോ? സിഗ്മ 2s. അടുത്ത വരികയാണ് സിഗ്മ 2s. ഇനി ഉണ്ടെങ്കിൽ അടുത്ത ഓർബിറ്റിലാണ് ഏത് വരിക? അതിന്റെ സ്റ്റാർ, അതിന്റെ ആന്റി ബോണ്ടിങ്. ഇവിടെ നമുക്ക് 6 ഇലക്ട്രോൺസ് 2 സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 4 ആയി. പിന്നെ സിഗ്മ 2s 6 ആയി. മതിയല്ലോ അല്ലേ? മതി. ഇനി ഇതിന്റെ ബോണ്ട് ഓർഡർ കണ്ടാലേ അറിയുള്ളൂ ഈ മോളിക്കൂള് എക്സിസ്റ്റ് ചെയ്യോ, സ്റ്റേബിൾ ആണോ മോളിക്കൂൾ എന്നുള്ളത്.
ചെയ്തിട്ട് എത്ര കിട്ടണം നോക്കും. ബോണ്ട് നോക്കൂ, നമ്പർ ഓഫ് NB അല്ലേ, NB നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഡിവൈഡഡ് ബൈ 2 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ്ങിൽ എത്ര എണ്ണി നോക്കൂ. ഇത് ബോണ്ടിങ് ആണ് 2 ആയി, ഇതും ബോണ്ടിങ് ആണ് എത്രയായി 4 മൈനസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആന്റി ബോണ്ടിങ് സിഗ്മ സ്റ്റാർ ഉള്ളതിൽ ഇതിൽ 2 ഉണ്ട്, പിന്നെ ഇല്ലല്ലോ, ഇതിൽ 0 അല്ലേ അല്ലേ, ഭാഗം അതേ ഉള്ളൂ 2 ഡിവൈഡഡ് ബൈ 2. എത്ര ആൻസർ വരുന്നുണ്ട് 2 4 minus 2 2 divided by 2 is equal to 1. അപ്പൊ ഇങ്ങനെ മോളിക്കൂൾ എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ബോണ്ട് ഓർഡർ 1 ആ കിട്ടിയത്, ബോണ്ട് ഓർഡർ 1 ആ കിട്ടിയത്. ഓക്കെ ശരിയോ. ഇതിലൊരു കാര്യം കൂടി വേണമെങ്കിൽ പറയാം, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല. കാരണം ഈ ബോണ്ട് ഓർഡർ കിട്ടണ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോ തന്നെ കിട്ടുന്ന വേറൊരു ഇൻഫർമേഷൻ ആണ് എന്ത് അറിയോ. ഇതില് ബോണ്ട് ഓർഡർ എത്ര 1 ആണ് അല്ലെ, അങ്ങനെ മോളിക്കൂൾ ആണ്. ബോണ്ട് ഓർഡർ 1 ആണെങ്കിൽ അതിലുള്ള ബോണ്ടിന്റെ എണ്ണം 1 ആണ് എന്നർത്ഥം. എന്ത്, ലിഥിയം മോളിക്കൂൾ ഫോം ചെയ്യുമ്പോൾ ലിഥിയം 2 ആറ്റം തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ലിഥിയം മോളിക്കൂൾ ഉണ്ടാവുന്നത്. അതിലുള്ള നമ്പർ ഓഫ് ബോണ്ടുകളുടെ എണ്ണം എത്ര ചോദിച്ചാൽ ബോണ്ട് ഓർഡർ തന്നെയാണ് 1 തന്നെയാണ്. നമ്പർ ഓഫ് ബോണ്ട് 1 ആണ്. ബോണ്ട് ഓർഡർ ഇതൊക്കെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ ബോണ്ട് സ്ട്രെങ്ത് കൂടും. ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് എന്നാ. ബോണ്ട് സ്ട്രെങ്ത്തിനെ നമ്മൾ ബോണ്ട് എന്താൽപ്പി എന്നാ പറയാ, നമ്മൾ കേട്ടണോ, ബോണ്ട് എന്താൽപ്പി എന്ന് പറയും. ബോണ്ട് ഓർഡർ കൂടിയാൽ എന്ത് കൂടും നോക്കൂ, ഞാനിവിടെ ഒന്ന് എഴുതി വെക്കട്ടെ, നിങ്ങൾ നോട്ട് ചെയ്യണം നല്ലതാണ്. അപ്പൊ എന്താ ചെയ്തത്, ഫസ്റ്റ് ഇത് ഒരു പോയിന്റ്, പോസിറ്റീവ് ബോണ്ട് ഓർഡർ മീൻസ് അല്ലെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ്, പോസിറ്റീവ് ബോണ്ട് ഓർഡർ ഇൻഡിക്കേറ്റ്സ് സ്റ്റേബിൾ മോളിക്കൂൾ എന്നാണ് ആദ്യത്തെ ഒരു പോയിന്റ് അല്ലേ. പോസിറ്റീവ് ആണെങ്കിൽ ആ മോളിക്കൂൾ സ്റ്റേബിൾ ആണ്. പോസിറ്റീവ് ബോണ്ട് ഓർഡർ ഇൻഡിക്കേറ്റ്സ് എ സ്റ്റേബിൾ മോളിക്കൂൾ. നെഗറ്റീവ് ഒക്കെ ആണെങ്കിലോ അൺസ്റ്റേബിൾ ആണ് അല്ലെ. നെഗറ്റീവ് 0 ഒക്കെ ആണ്. നെഗറ്റീവ് കാരണം വരുന്ന എക്സാമ്പിൾ നോക്കുമ്പോൾ ഇല്ലെങ്കിലും 0 തന്നെ, ബോണ്ട് ഓർഡർ 0 കിട്ടിയാൽ അത് അൺസ്റ്റേബിൾ ആണ്, അങ്ങനെ മോളിക്കൂൾ എക്സിസ്റ്റ് ചെയ്യൂല. ഇനി അടുത്തത്, ബോണ്ട് ഓർഡർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് സ്ട്രെങ്ത് ആണ്. ബോണ്ട് ഓർഡർ കൂടിയ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും. ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടും എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കണം. എന്താ ബോണ്ട് സ്ട്രെങ്ത് കൂടുക പറഞ്ഞാൽ, ആ ബോണ്ട് പിന്നെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ എനർജി കൊടുക്കണം ബോണ്ട് പൊട്ടിക്കാനും. ആ എനർജി വിളിക്കുന്ന പേരാണ് എന്താ പറയാ, BDE എന്നൊക്കെയാണ് ഷോർട്ട് ഫോം എടുക്കുക. BDE ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി എന്നാ പറയാ. ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി, ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ കൊടുക്കുന്ന എനർജിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി. ഇതിന് നമ്മൾ ചിലടത്ത് ബോണ്ട് എന്താൽപ്പി എന്നും കൊടുക്കും. ബോണ്ട് എന്താൽപ്പി BE എന്ന് പറഞ്ഞാൽ ബോണ്ട് എന്താൽപ്പി. അപ്പൊ ബോണ്ട് ഓർഡർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എന്താൽപ്പി ആണ്. ബോണ്ട് ഓർഡർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എന്താൽപ്പി. ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ ബോണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും ബോണ്ട് ഓർഡർ കൂടുമ്പോൾ. ഡൗട്ട് ഒന്നുമില്ല, കാരണം ബോണ്ട് ഓർഡർ ഇപ്പൊ 2 ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത ഡബിൾ ബോണ്ട് ആണ്. ബോണ്ട് ഓർഡർ 3 ഉണ്ടെങ്കിൽ അടുത്ത ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പം ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ പൊട്ടിക്കണമെങ്കിൽ കൂടുതൽ എനർജി കൊടുക്കണമല്ലോ. 3 ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഒറ്റ ബോണ്ട് ബ്രേക്ക് ചെയ്യണേക്കാൾ കൂടുതൽ എനർജി എന്തായാലും വേണം.
നോട്ട് ചെയ്യില്ല അതൊക്കെ? Yes, sir. ഇനി അടുത്ത പറയട്ടെ. Yes, sir. Yes, sir. അപ്പൊ ഈ ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും തമ്മിൽ എങ്ങനെ റിലേഷൻ എന്ന് നോക്കാം. അത് ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് ഏതിന്? ബോണ്ട് ഓർഡർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ് ഏതിന്? ബോണ്ട് ലെങ്ത്തിന്. അതെന്താ സംഭവം നോക്കൂ. ബോണ്ട് ഓർഡർ കൂടിക്കഴിഞ്ഞാൽ ബോണ്ടിന്റെ ലെങ്ത് കുറവായിരിക്കും. അപ്പൊ നല്ല സ്ട്രോങ് ബോണ്ടിന് ബോണ്ട് ലെങ്ത് കുറവായിരിക്കും എന്നർത്ഥം. അപ്പൊ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉള്ളതിൽ ബോണ്ട് ലെങ്ത് കുറവുണ്ടാവില്ല ട്രിപ്പിൾ ബോണ്ടിനാ. അപ്പൊ ബോണ്ട് ഓർഡറും ബോണ്ട് ലെങ്ത്തും എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അത് നോട്ട് ചെയ്തേക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ബോണ്ട് ഓർഡറിൽ 1 വന്നാൽ 1, 2, 3 ഒക്കെ വരും കേട്ടോ. 1 വന്നാൽ എന്താ? സിംഗിൾ ബോണ്ട് ആണ്. അവിടെ ഇത് ഡബിൾ ബോണ്ട് ആണ്. 3 വന്നാൽ ട്രിപ്പിൾ ബോണ്ട് ആണ്. അത് നോട്ട് ചെയ്തില്ലേ? ബോണ്ട് ഓർഡർ 1 മീൻസ് അവിടെ സിംഗിൾ ബോണ്ട് ആണ്, കറസ്പോണ്ട് ടു സിംഗിൾ. 2, ഡബിൾ, 3, ട്രിപ്പിൾ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പറയാൻ പോണത്. അത് മാഗ്നറ്റിക് ബിഹേവിയറും ബോണ്ട് ഓർഡറും തമ്മിൽ എന്ത് ബന്ധം? അല്ലെങ്കിൽ ഈ പറയട്ടെ, കേൾക്കുന്നുണ്ടോ? Yes, sir. Yes, sir. മാഗ്നറ്റിക് ബിഹേവിയർ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ ക്വസ്റ്റ്യനും ഉണ്ടാവേണ്ടത് എന്ത്? മോളിക്യൂൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് അത് ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്ന് പറയാന്നുള്ളതാണ്. ഡയാമാഗ്നറ്റിക് ഓർ പാരാമാഗ്നറ്റിക്. ഈ രണ്ടുമാണ് നമ്മൾ ഇവിടുത്തെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. പാരാ ആൻഡ് ഡയ എന്ന് പറയുമ്പോൾ ഒരു മാഗ്നറ്റിന്റെ അടുത്ത് വെച്ചാൽ അട്രാക്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ വീക്ക്ലി റിപ്പൽഷൻ ഉള്ളതാണ് ഡയാമാഗ്നറ്റിക് കേട്ടോ. വീക്ക്ലി റിപ്പൽ ചെയ്യണ, വികർഷിക്കുന്നതാണ്. അതേ സമയത്ത് പാരാമാഗ്നറ്റിക് പറഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ അടുത്ത് കൊണ്ടുവച്ചാൽ വീക്കിലി അട്രാക്ട് ചെയ്യുന്നതാണ്. വീക്കിലി അട്രാക്ട് ചെയ്യുന്നതാണ് പാര. വീക്കിലി റിപ്പൽ ചെയ്യുന്നത് ഡയ. അതും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ നോക്കൂ. അൺപെയ്ഡ് സംഭവത്തിന് ഒരു മോളിക്യൂളില് അതിന്റെ മോളിക്കുലാർ ഓർബിറ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലാണത് അത് പാരാമാഗ്നറ്റിക്. അതേ സമയത്ത് ഫുള്ളും പെയ്ഡ് ആണെങ്കിൽ ദർ ഇസ് നോ അൺപെയ്ഡ് ഇലക്ട്രോൺ, അങ്ങനെയെങ്കിൽ അത് എന്തുവാണ്? ഡയാമാഗ്നറ്റിക് ആണ്. അപ്പൊ പാരാമാഗ്നറ്റിക് പാരപ്പ നോ അൺപെയ്ഡ് ഇലക്ട്രോൺസ്, അതാണ് ഡയാമാഗ്നറ്റിക്. ഫുൾ പെയ്ഡ് ആയിരിക്കുമ്പോൾ ഡയാമാഗ്നറ്റിക്.
ഇത്ര ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പൊ എഴുതിയതില് ലാസ്റ്റ് എഴുതിയത് Li2 മോളിക്കൂൾ അല്ലേ? Li2 അത് പാരാണോ ഡയാണോ? Li2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട് അതില്. അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാല് 1 വരണം. സിഗ്മ 1s1 സിഗ്മ സ്റ്റാർ 1s1 അങ്ങനെ 1 ഇങ്ങനെ വന്ന് നിൽക്കണ ഏതെങ്കിലും ഉണ്ടോ? ഒക്കെ പേഡല്ലേ? ഇതല്ലേ Li2. ഇതിൽ നോക്കൂ, സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s0 എവിടെയെങ്കിലും 1 ആയിട്ടില്ലല്ലോ. അപ്പൊ ഇത് ഏത് വരും? പാരാ ഓർ ഡയാ? He2 ലാസ്റ്റത്തെ സിഗ്മ സ്റ്റാർ 2s0 എന്നുള്ളത് എഴുതണോ? അത് ബോണ്ട് ഓർഡർ കാണുമ്പോ നമുക്ക് നോക്കാൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. അത് എഴുതണം നിർബന്ധമല്ല. അത് ബോണ്ട് ഓർഡർ കാണുമ്പോൾ അതിലില്ല എന്നുള്ള ഒന്ന് കാണിക്കാൻ വേണ്ടിട്ട് എഴുതിയതാണ്. ഹൈഡ്രജന്റെയിലൊക്കെ അങ്ങനെ എഴുതണം, അതേപോലെ ഹീലിയത്തിലൊക്കെ. ഹൈഡ്രജന്റെ കേസിൽ നമ്മൾ അങ്ങനെ എഴുതണേ അതിലില്ല എന്നൊരു 0 എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയ. എഴുതണോ? ഇല്ലാത്തൊന്നും എഴുതണ്ടില്ല. അപ്പൊ ഇതോ ഹൈഡ്രജനോ പാരാ ഡയേ? അപ്പൊ നമ്മൾ വേറെ ഒന്ന് എഴുതി നോക്കണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏതാ എഴുതാൻ അറിയോ? Be2 എഴുതാ. Be2 എത്ര ഉണ്ടാവും ഇലക്ട്രോൺ? ഇപ്പൊ ടൈം എത്രയാണ്? 21. അപ്പൊ ഞാൻ ചോദിക്കണത് എന്താ പറഞ്ഞത്? Be2 എഴുതണം അല്ലെ? Be2. Be എത്രയാണ്? മറ്റേ നമ്പർ 4 അല്ലേ? അപ്പൊ Be2 ടോട്ടൽ എത്ര ഇലക്ട്രോൺസാ? 8 electrons. 8 ഇലക്ട്രോൺസ് അല്ലെ? അപ്പൊ നിങ്ങൾ എഴുതുമ്പോ ഓർഡർ എങ്ങനെ വരും നോക്കൂ. ഞാൻ അങ്ങനെ പറയണേ. നമുക്ക് സിഗ്മ 1s2 പിന്നെ സിഗ്മ സ്റ്റാർ 1s2 ഇപ്പൊ 4 ആയിട്ടല്ലല്ലോ. പിന്നെ സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 8 ആയില്ലേ? റെഡി അല്ലേ? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 ഇത്ര ഉണ്ടാവുള്ളൂ 8 ആകുമ്പോ. ബോണ്ട് ഓർഡർ എത്ര വരും? 0 ആയിരിക്കും അല്ലെ? കാരണം ബോണ്ടിങ്ങിലും 4 ആണ് അല്ലെ? ആന്റി ബോണ്ടിങ്ങിലും 4 4-4/2 0 വരും. അപ്പൊ ഈ മോളിക്കൂൾ ഉണ്ടാവും? അങ്ങനെ മോളിക്കൂൾ എക്സിസ്റ്റ് ചെയ്യുകയോ? ഇല്ല. ലെറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നാ പറയാം. 0 ആണ് ബോണ്ട് ഓർഡർ. ഇനി നോക്കാം, C2 ആവുമ്പോ എങ്ങനെ ചെയ്തു? C2 ആവുമ്പോ എത്ര വരിക? കാർബൺ ആറ്റോമിക് നമ്പർ എത്ര? 6 അല്ലേ? C2 ആവുമ്പോ ടോട്ടൽ എത്ര ഉണ്ടാവും? 12 electrons. 12 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പൊ എങ്ങനെ എഴുതും നോക്ക്. പറഞ്ഞോ, ഇനി എന്താ? പറയൂ. Sigma star 2s2. Sigma star. എത്രയായി? 8 ആയി. ഇനി അടുത്ത ഏത് ഓർബിറ്റിൽ എന്നുള്ളതാണ് വിഷയം. ശരിക്കും നോക്കണം കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിച്ചോ. ഞാൻ ആദ്യം ഇതിന്റെ ഒരു ഓർഡർ ഒന്ന് എഴുതാം, എന്നിട്ട് ഇത് ചെയ്യാം. ഇത് ഇപ്പൊ 8 ആയിട്ടല്ലല്ലോ. ഇനി അടുത്ത ഏത് ഓർബിറ്റാ എന്നുള്ള ഓർഡർ ശ്രദ്ധിച്ചോട്ടോ. എന്നിട്ട് ഞാൻ ഫില്ല് ചെയ്യും. ഇപ്പൊ കാർബണിന്റെ 8 നിർത്താൻ കാരണം അടുത്ത ഏത് ഓർബിറ്റ് എടുക്കണം എന്നുള്ള അതിന്റെ ഓർഡർ ഇവിടെ ഒന്ന് എഴുതണ്ടേ. ശരിക്കും ഇതാണ് ഓർഡർ. നമ്മള് ആദ്യം സിഗ്മ 1s, അടുത്ത ഏതാ? Sigma star 1. അപ്പൊ ശരിക്കും ഇത് എന്തിന്റെ ഓർഡർ ആണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഓർഡറിൽ എഴുതുന്ന വെച്ചാൽ എനർജിന്റെ
ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ പറഞ്ഞ ആദ്യം തന്നെ. ഒരു ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ എനർജി ഉള്ള ആദ്യം എഴുതി, പിന്നെ അതിനേക്കാൾ കൂടിയുള്ളതാണ്. ഈ സിമ്പിൾ എപ്പോഴും ഇൻക്രീസിങ് കിട്ടണമെന്നില്ല, പക്ഷെ എങ്ങനെയാണ് ഓർഡർ കേട്ടോ. ഇനി അടുത്തത് ഏതാ? അതിനേക്കാൾ എനർജി കൂടിയതിന്, പിന്നെ അതിനേക്കാൾ കൂടിയതിന്. ഇപ്പൊ 8 വരെ ഇത് മതി. ഇനിയുള്ളതിന് അടുത്ത് ഏതാ വരിക അറിയോ? ഇതാ നോക്കണേ, പൈ ആണ്. പൈ ഓർബിറ്റൽ എന്നാ പറയാ. ഇതെന്താ വായിക്കാൻ നോക്കൂ. പൈ 2px ആണ്. പൈ 2px. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്? പൈ 2py. പക്ഷെ ഒരേ എനർജി ആയി രണ്ടാണ്, അതുകൊണ്ട് ഈ ഈക്വൽ ടു അവിടെ കൊടുക്കണേ. അത് രണ്ടും ഒരേ എനർജിയാണ്, പൈ 2py. അതും നിറഞ്ഞിട്ടാണ് ഫുൾ ആയാൽ അടുത്ത് വരുന്നതാണ് എന്ത്? സിഗ്മ 2pz. ഉണ്ടല്ലോ, സിഗ്മ 2pz. അപ്പോ സിഗ്മ 1s, പിന്നെ സിഗ്മ സ്റ്റാർ 1s, പിന്നെ സിഗ്മ 2s, പിന്നെ സിഗ്മ സ്റ്റാർ 2s, പിന്നെ വരുന്നത് പൈ 2px ആണ്, പിന്നെ പൈ 2py ആണ്, പിന്നെ സിഗ്മ 2pz ആണ്. ഇനി അതും നിറഞ്ഞ ഇനി ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അടുത്ത ഇതിന്റെയൊക്കെ സ്റ്റാർ വരും, പൈ സ്റ്റാർ 2px. പിന്നെയാണ് എന്താ പറയാ, പൈ സ്റ്റാർ 2py വരിക. പിന്നെയാണ് എന്ത് വരിക? സിഗ്മ സ്റ്റാർ 2pz വരിക. ഇത് ഏത് വരെ എന്ന് വെച്ചാൽ N2 വരെ. N2 എന്ന് പറഞ്ഞാൽ 14 ഇലക്ട്രോൺ വരെ ഈ ഓർഡറിലാണ് എഴുതുക. C2നും N2നും ഒക്കെ എഴുതാം, അപ് ടു 14 ഇലക്ട്രോൺസ്. നിങ്ങളിപ്പോ എഴുതിയെടുക്കണം, ഞാനിതിന്റെ സ്ക്രീൻഷോട്ട് അയക്കണ്ട്, ഞാൻ ഈ ഓർഡർ ഉള്ളത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഇതും ഞാൻ അടുത്ത സ്ക്രീൻ എടുക്കാം കേട്ടോ. അപ്പൊ ഇനി പറഞ്ഞോ, C2 ആകുമ്പോ സിഗ്മ 1s2 പറഞ്ഞോളൂ, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2. ഇനി അടുത്ത ഏതാ വരിക? ഇനി 9 10 10 നമ്മള് 12 ഇലക്ട്രോൺ വേണ്ടേ? അടുത്ത ഏതാ ഇത് അറിയോ? Pi 2px. പൈ 2px. അത് കഴിഞ്ഞിട്ട് പൈ 2py ആണ്. അപ്പൊ അതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പൊ 8 ഇലക്ട്രോൺ ആയി, ഇനി 10 ഇലക്ട്രോൺ ഉള്ളെങ്കിൽ ഇവിടെ നമ്മൾ 12 ഇലക്ട്രോൺ ഉണ്ട്. ആദ്യത്തെ ഇലക്ട്രോൺ എങ്ങനെ വരിക അറിയോ? px-ൽ 1 ഇലക്ട്രോൺ ആദ്യം കൊടുക്കും. 9 ആണെങ്കിൽ 2px x-ൽ 1 കൊടുക്കും. പിന്നെ അടുത്ത ഇലക്ട്രോൺ py എന്നുള്ളതിൽ അടുത്ത് കൊടുക്കും, അപ്പൊ 10 ആവും. പിന്നെ മനസ്സിലാണ്ട് പറയുന്നത് എന്ത്? നമ്മളിപ്പോ 8 ഇലക്ട്രോൺ എഴുതി, ഇനി 9 10 11 12 അങ്ങനെയാണ് കാർബണിൽ വരുന്നതെങ്കിൽ ഇവിടെ ഇപ്പൊ നമുക്ക് ഇത്ര എഴുതിയാൽ ഫുള്ളായി. ഇതാ ഇതിലും 2 ഇതിലും 2, 12 ആയില്ലേ? റെഡി അല്ലേ? ഇനി അടുത്ത ഓർബിറ്റിൽ ഏതാ വരിക? അടുത്ത ഇതാണ് ഓർബിറ്റിൽ. അതിലൊന്നും ഇല്ല അല്ലെ? 2pz ആണ്. അതിലുണ്ടോ? ഇതിലില്ല. എഴുതണോ അല്ലേ? ഞാൻ പറഞ്ഞത് എഴുതണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ബോണ്ട് ഓർഡർ എത്ര വരും നിങ്ങൾ പറയും? ബോണ്ട് ഓർഡർ ബോണ്ടിങ് മോളിക്യൂലർ ഓർബിറ്റിൽ എത്ര ഉണ്ട്? 2 4 6 8. 8 മൈനസ് 4/2 അല്ലേ? അപ്പൊ 4/2 എത്ര വരുന്നുണ്ട്? 2 അല്ലേ ബോണ്ട് ഓർഡർ അല്ലേ? ശരിയല്ലേ? Yes, sir. 8 ഉണ്ട് ബോണ്ടിങ് മോളിക്യൂലർ ഓർബിറ്റല്. ആന്റി ബോണ്ടിങ്ങിൽ എത്രയുള്ളൂ? 4/2 അല്ലെ? 4/2 2 വരുന്നുണ്ട് ആൻസർ. ബോണ്ട് ഓർഡർ 2. അപ്പൊ ഇതില് മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. ബോണ്ട് ഓർഡർ 2 മീൻസ് 2. ഇത് പാരയാണോ ഡയാണോ? ഡയാണോ പാരയാണോ?
Diamagnetic. ഡയ. ഇനി നിങ്ങളെല്ലാരും ഇപ്പൊ തന്നെ B2 മോളിക്യൂളിൽ ഒന്ന് ചെയ്യട്ടെ. ഏതാ ചെയ്യേണ്ടത്? B2. B2 മോളിക്യൂൾ എന്തൊക്കെ കാണണം? B2 മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യും. ഒന്നാമത്തെ പോയിന്റ് B2 മോളിക്യൂൾ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യോ. പിന്നെ ബോണ്ട് ഓർഡർ കണ്ടാൽ മനസ്സിലാവും എക്സിസ്റ്റ് ചെയ്യോ എന്നുള്ളത്. പിന്നെ ബോണ്ട് ഓർഡറിൽ കിട്ടുന്ന വേറെ കാര്യങ്ങളൊക്കെ അല്ലേ. അതിന്റെ ബോണ്ട് ഡബിൾ ബോണ്ട് ആണോ സിംഗിൾ ബോണ്ട് ആണോ നോക്കുക. പിന്നെ നോക്കണ്ടേ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നോക്കട്ടോ. മാഗ്നറ്റിക് പ്രോപ്പർട്ടി നോക്കുക. ഇത് കട്ട് ചെയ്തിട്ട് എന്നാല് വാട്സപ്പില് ഒക്കെ പറയാല്ലേ. വേഗം എഴുതി നോക്കൂ. സംശയമില്ലല്ലോ. എത്ര ടോട്ടൽ എത്ര ഉണ്ടാവും? ബോറോൺ അറ്റോം നമ്പർ 5 അല്ലേ. ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 10 electron.